ഉറവ് എന്ന അവസാന യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. പീലിക്കണ്ണുകൾ എന്ന പേരുള്ള ഒരു കാവ്യഭാഗമാണ് ഇത്. നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കൃഷ്ണഗാഥ എന്ന്, ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയിൽ നിന്നെടുത്തിയ ചെറിയ ഒരു ഭാഗമാണിത്. കൃഷ്ണഗാഥ ചെറുശ്ശേരി പഴയ കോലത്ത് നാട്ടിൽ വടക്കേ മലബാറിലാണ്. അവിടെയുള്ള ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്സിലുണ്ടായിരുന്ന കവിയാണ്. ഈ കൃഷ്ണഗാഥയിൽ ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് അവതരിപ്പിക്കുന്നത്. ശരിക്കും കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ ആദ്യം അവതരിപ്പിച്ചത് സംസ്കൃത ഭാഷയിൽ എഴുതിയ ഭാഗവതത്തിലാണ്. വേദവ്യാസൻ അതിലെ 10-ാം അധ്യായത്തിലെ ദശമസ്കന്ധം എന്ന് പറയും. അതിലാണ് കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് ആ കഥയടുത്താണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതുന്നത്. അവിടെ നിന്നാണ് കഥ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, എഴുത്തച്ഛനെ പോലെ ചെറുശ്ശേരി ശരിക്കും 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കവിയാണ്. എഴുത്തച്ഛനേക്കാളും 100 വർഷം മുമ്പ്. ചെറുശ്ശേരി ഒരിക്കലും ഇത് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം ശൃംഗാരത്തിനും ഹാസ്യത്തിനുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് കാണാം. എന്തായാലും വലിയ കടുകട്ടി സംസ്കൃത പദങ്ങളൊന്നും തിരികെ കയറ്റുന്ന രീതി ചെറുശ്ശേരിക്ക് ഇല്ല. ഇപ്പം നോക്കുക നിങ്ങൾ, ഈ ചെറുശ്ശേരിയുടെ ഹേമന്തവർണ്ണന, മഞ്ഞുകാലം അദ്ദേഹം വർണ്ണിക്കുന്ന നേരം അദ്ദേഹം പറയുന്ന വരികൾ: തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങീത് തീകായ വേണം എനിക്കുമെന്ന്. തീക്ക് പോലും തീ കായണമെന്ന് തോന്നിയ കാലമാണെന്നാണ്. ഇത് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനവും ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലാവും, ഇല്ലേ? തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങീത് തീകായ വേണം എനിക്കുമെന്ന്. ഇതാ പറഞ്ഞ കടുകട്ടി സംസ്കൃത പദങ്ങൾ തിരികെ കയറ്റാതെ ലളിതമായ തെളിഞ്ഞ കാവ്യ ഭാഷയാണ് ചെറുശ്ശേരിയുടെ. അപ്പോൾ ലളിതമാണ്, സുന്ദരമാണ്, സംഗീതാത്മകമാണ് ഈ തെളിഞ്ഞ മനോഹരിയായ കാവ്യഭാഷ. അപ്പം മഞ്ചരി വൃത്തത്തിൽ എഴുതിയതാണ്, ഗാഥയാണത്. ഗാഥ എന്ന് പറഞ്ഞാൽ ഗാനം എന്നാണ് അർത്ഥം, പാട്ട്, അല്ലേ? ഗാഥ, കൃഷ്ണപ്പാട്ട് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നെടുത്ത കഥയാണ്. ദശമസ്കന്ധത്തിലെ വ്യാസൻ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ അവസാനം വരെ, സ്വർഗാരോഹണം വരെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്നാണ് ഈ കഥാരൂപം എടുത്തിട്ടുള്ളത്. നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരുന്ന ആ സന്ദർഭം ഒന്ന് പറഞ്ഞിട്ട് കവിതയിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരം. 10 അവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. നമുക്കറിയാം, മഹാവിഷ്ണുവാണ്. അതായത് ഈ ശരിക്കും മധുരാപുരി എന്ന രാജ്യത്ത്, ശ്രദ്ധിക്കുക നിങ്ങൾ, ആ കഥാരൂപം ഒന്ന് ശ്രദ്ധിക്കുക. മധുരാപുരി എന്ന രാജ്യത്ത്, അവിടെ യാദവന്മാരാണ്, യദുകുലമാണ്. അവിടെ വസുദേവർ എന്ന് പറയുന്ന ആൾ രാജാവായിരുന്നു. ഒപ്പം തന്നെ വസുദേവർ, അയാളുടെ ഭാര്യ ഈ ദേവകി, അല്ലേ? ദേവകിയുടെ സഹോദരനാണ് കംസൻ. അപ്പോൾ കംസൻ ആയിരുന്നു. ഈ വസുദേവനും ദേവകിയും വിവാഹം കഴിക്കുന്നു. അവരുടെ തേര് ഓടിച്ചുകൊണ്ട് വരുന്നത് ഈ ദേവകിയുടെ സഹോദരനായ കംസനാണ്. അങ്ങനെ കംസൻ ഇങ്ങനെ തേരോടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഈ വഴിമധ്യേ ഒരു അശരീരി കേൾക്കുകയാണ്. ഈ ദേവകിക്ക് ഉണ്ടാകുന്ന 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും. ഇതായിരുന്നു. അപ്പോൾ കംസൻ അപ്പോഴത്തെ രാജാവാണ്. അദ്ദേഹം ചാടി എണീറ്റു ദേവകിയെ കൊല്ലാനായിട്ട്. സഹോദരിയാകട്ടെ ആരും ആകട്ടെ, കാരണം തന്നെ കൊല്ലാനുള്ള 8ാമത്തെ പുത്രൻ, ഇവരുടെ 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ജനിച്ചാൽ ഉടൻ. അപ്പം വസുദേവർ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം
ഏത് കുട്ടി ജനിച്ചാലും അപ്പം തന്നെ കംസനെ ഏൽപ്പിച്ചോളാം അങ്ങനെ പറഞ്ഞ് അനുനയിപ്പിച്ചു. അപ്പം ആദ്യത്തെ കുട്ടി ജനിച്ചു, കീർത്തിമാൻ എന്ന് പേരിട്ടു. പക്ഷെ കാര്യമൊന്നുമില്ല. ആ സമയത്ത് കീർത്തിമാനെ കൊണ്ടുപോയി കംസനെ ഏൽപ്പിച്ചു. ഈ സമയത്താണ് കംസനെ നാരദമുനി സന്ദർശിച്ചിട്ട് പറയുന്നത്, ഈ ശ്രീകൃഷ്ണൻ എന്നും പറഞ്ഞ് ഒരുത്തം വരും, അയാൾ വരുന്നത് 8ാമത്തെ കുട്ടിയായിട്ട് വരും ദേവകിയുടെ. അയാളുടെ ഉദ്ദേശം തന്നെ കംസനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദേഷ്യം വന്നിട്ട് കംസൻ ഈ കീർത്തിമാൻ എന്ന് പറയുന്ന 1ാമത്തെ കുട്ടിയെ തന്നെ പാറയ്ക്കടിച്ച് കൊല്ലുകയാണ്. പിന്നീട് ഈ വസുദേവരെയും ദേവകിയെയും കൂടെ പിടിച്ച് കംസൻ ജയിലിലടക്കുകയാണ്. പിന്നീടും ദേവകി 5 പ്രാവശ്യം പ്രസവിച്ചു. 5 പ്രാവശ്യം. 1ാമത്തതിനെ പാറയ്ക്കടിച്ചു കൊന്നു. ഈ 5 എണ്ണത്തെയും നിലത്തടിച്ച് കൊല്ലുക ചെയ്തത് കംസൻ. പിന്നെ ദേവകിയുടെ 8ാമത്തെ പുത്രനെ കാത്തിരിക്കുകയാണ് കംസൻ. അപ്പോൾ 7ാമതും ദേവകി ഗർഭം ധരിച്ചു. അപ്പോഴേക്ക് ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ കംസൻ്റെ ദുഷ്ടനായിരുന്നു കംസൻ. ഇത് സഹികെട്ടിട്ട് ഭൂമിദേവി, നമ്മുടെ ഈ ഭൂമി, ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടം പറഞ്ഞു, കംസനിൽ നിന്ന് രക്ഷിക്കണം ഭൂമിയെ. ബ്രഹ്മാവ് ഉടനെ ശിവൻ്റെ അടുത്തേക്ക് പോയി, ശിവനുടനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. വിഷ്ണു പറഞ്ഞു താൻ സങ്കടപരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ഈ വസുദേവർ ദേവകി എന്ന് പറയുന്നവരുടെ 8ാമത്തെ പുത്രനായി താൻ ജനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വിട്ടു. അപ്പോഴാണ് 7ാമത്തെ ഗർഭം വരുന്നത്. അപ്പോഴേക്ക് മഹാവിഷ്ണു മായാദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവിയാണ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഭൂമിയിലേക്ക് ചെല്ലുക, എന്നിട്ട് അവിടെ ഈ ദേവകി, വസുദേവരുടെ ദേവകി 7ാമത്തെ ഗർഭമാണ് അവരുടെ. ആ ദേവകിയുടെ ഗർഭത്തിലുള്ള കുട്ടിയെ ആകർഷിച്ചിട്ട് നീ മായാദേവി ഒരു കാര്യം ചെയ്യണം, വസുദേവരുടെ മറ്റൊരു ഭാര്യയുണ്ട് രോഹിണി, അവരുടെ വയറ്റിലേക്ക് മാറ്റണം. അങ്ങനെ രോഹിണിയുടെ വയറ്റിലേക്ക് മാറ്റി. 7ാം ഗർഭം അലസിപ്പോയി എന്ന് ദേവകി പറയുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടിയാണ്, രോഹിണിയുടെ വയറ്റിൽ പിറന്ന കുട്ടിയാണ് ബലരാമൻ, ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ. ഇതേസമയം മായാദേവിയോട് പറഞ്ഞു, നീ ഇവിടുന്ന് അമ്പാടി എന്നുള്ള സ്ഥലത്ത് യശോദ, നന്ദഗോപർ എന്ന് പറയുന്ന 2 പേരുണ്ട്, അവരുടെ യശോദയുടെ വയറ്റിൽ പോയി ജനിക്കണം. അങ്ങനെ കംസനോട് പറഞ്ഞു ദേവകിയുടെ 7ാം കുഞ്ഞ് അലസിപ്പോയി എന്ന്. പക്ഷേ രോഹിണിക്ക് ആ കുഞ്ഞ് പിറന്നു, ബലരാമനായിട്ട് വളരുന്നു. ദേവകിക്ക് 8ാം ഗർഭമുണ്ടായി. ഇപ്പം എന്തായി? പ്രസവിച്ചു. ദേവകി രാത്രിയിൽ പ്രസവിച്ചപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ കുഞ്ഞ് എണീറ്റ് നിന്നു വന്നു, വലിയ ഭഗവാന്റെ അവതാരമായിട്ട് നിന്നിട്ട് വസുദേവർ തൊഴുതുകൊണ്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പാടിയിലേക്ക് കൊണ്ടുപോവുക, ആരും അറിഞ്ഞിട്ടില്ല. അവിടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, മായാദേവിയെ അങ്ങോട്ട് ഇന്ന ആളുടെ ഗർഭത്തിലേക്ക് വിട്ടിട്ടുണ്ട്. ആരുടെ? യശോദയുടെ. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം ശ്രീകൃഷ്ണൻ പിന്നീട് കുഞ്ഞായിട്ട് കിടന്നു. ഇയാൾ എന്ത് ചെയ്തു? കാവൽഭടന്മാരൊക്കെ ഉറങ്ങിക്കിടക്കെ ജയിലെല്ലാം സ്വാഭാവികമായി താനെ തുറന്നു വന്നു. മാജിക്. ശ്രീകൃഷ്ണൻ്റെ ഭഗവാനല്ലേ, ഭഗവാനെയും കൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് യമുനയെല്ലാം വഴിമാറി കൊടുത്തു. രാത്രിയിൽ തന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഈ യശോദയുടെ ഈ മായാദേവിയെ എടുത്തിട്ട് പോന്നു. മായാദേവി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പോഴത്തേക്ക് ദേവകിയുടെ 8ാമത്തെ കുട്ടി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പെൺകുട്ടിയാണ്. കംസൻ വന്ന് നിലത്തടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയി മായാദേവി. ആകാശത്തിലേക്ക് ഉയർന്നു നിന്നിട്ട് മേലോട്ടങ്ങ് പോയി. നിന്നെ കൊല്ലാനുള്ളവൻ ജനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കംസന് പിന്നീട് അതിൻ്റെ അന്വേഷണമാണ് പിന്നീട്. പക്ഷേ ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ വളരുകയാണ്. കംസൻ പലതവണ ശ്രീകൃഷ്ണനെ കൊല്ലാനൊക്കെ പൂതനെ അടക്കമുള്ളവരെ അയച്ചൊക്കെ നോക്കി, പറ്റിയില്ല. അവസാനം കംസനെ കൊല്ലാനായിട്ട് ശ്രീകൃഷ്ണൻ ഇവിടേക്ക് വന്നു. മധുരാപുരിയിൽ വന്ന് കംസനെ കൊല്ലുകയും തൻ്റെ അച്ഛനമ്മമാരെ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ആ രാജ്യത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് കുറച്ചു നാൾ അവിടെ ഒന്ന് നിൽക്കണം ശ്രീകൃഷ്ണൻ. ഈ സമയം തന്നോടൊപ്പം മധുരയിലേക്ക് വന്ന, മധുരാപുരിയിലേക്ക് വന്ന തൻ്റെ വളർത്തച്ഛനായ നന്ദഗോപർ, അവിടെയാണല്ലോ വളർന്നത്, അമ്പാടിയിലെ വളർത്തച്ഛനായ നന്ദഗോപരും വന്നിട്ടുണ്ട്, തൻ്റെ കൂട്ടുകാരും വന്നിട്ടുണ്ട്.
അവരെയൊക്കെ തിരിച്ച് നിങ്ങൾ അമ്പാടിയിലേക്ക് പൊയ്ക്കൊള്ളൂ, ഞാൻ പിന്നീട് അങ്ങോട്ട് വരാം എന്ന് പറയുന്ന സന്ദർഭമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഈ പീലിക്കണ്ണുകൾ. നോക്കുക, പശ്ചാത്തലം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നോക്കുക നിങ്ങൾ. ഗോകുലനാഥനായി നിന്നൊരു നന്ദനോട് ആകുലനാകാതെ ചൊന്നാൻ പിന്നെ. ഗോകുലനാഥനായി നിന്ന, ഗോകുലനാഥൻ എന്ന് പറഞ്ഞാൽ ഈ അമ്പാടിയിലെ നന്ദഗോപരും യശോദയും അവരൊക്കെ ഈ ഗോകുലമാണ്, പശുക്കളുടെ കുലമാണ്. അവർ പ്രധാനമായും പശുവിനെ കറന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ നാഥനായിരുന്നു നന്ദഗോപർ, അതിലേറ്റവും മുതിർന്നയാളാണ്. അങ്ങനെയുള്ള നന്ദഗോപരോട്, അച്ഛനോട് ആകുലനാകാതെ യാതൊരു വിഷമവും ഇല്ലാതെ ചൊന്നാൻ പിന്നെ, പിന്നീട് പറഞ്ഞു. അതായത് അവിടെ വന്ന ഉദ്ദേശമൊക്കെ കഴിഞ്ഞു, കംസനെ കൊന്നു, അവിടെ കുറച്ച് ദിവസം കൂടി ഇവർ നിന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ദേശത്തു പോവതിനായിട്ട് ചെമ്മേ തുടങ്ങേണം താതനിപ്പോൾ. താതൻ അച്ഛൻ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, നമ്മുടെ ദേശത്തേക്ക് പോവുക. ശ്രദ്ധിക്കുക, ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദേശമായിട്ട് ശ്രീകൃഷ്ണൻ കാണുന്നത് മധുരാപുരിയെ അല്ല, താൻ വളർന്ന അമ്പാടിയെയാണ്. അതാണ് നമ്മുടെ ദേശം, തൻ്റെ അമ്മ ഉള്ള ദേശം. അതാണ് തൻ്റെ അമ്മ അവിടെയാണുള്ളത്, യശോദ. വളരെ രസകരമാണ് ഇവിടെ. പെറ്റമ്മയാണോ പോറ്റമ്മയാണോ യശോദ? പോറ്റമ്മയാണ്. നോക്കൂ, പെറ്റമ്മയേക്കാൾ പ്രാധാന്യം പോറ്റമ്മയ്ക്ക് വരുന്ന ഒരു ഐതിഹ്യ കഥയാണ് ശ്രീകൃഷ്ണന്റെ കഥ. നോക്കുക, പറയുകയാണ്, യാദവന്മാർക്കെല്ലാം മോദത്തെ നൽകി നിന്നാദരവോടെ തഴപ്പിച്ചുടൻ. യാദവന്മാർക്ക്, യദുകുലത്തിലുള്ളവർക്ക്, അമ്പാടിയിലുള്ളവർക്ക് എന്നർത്ഥം. അവർക്കൊക്കെ മോദത്തെ നൽകി, അവർക്കൊക്കെ സന്തോഷം നൽകിക്കൊണ്ട് ആദരവോടെ തഴപ്പിച്ചുടൻ, എല്ലാ ആദരവോടും കൂടി അവരെ പരിപാലിച്ചുകൊണ്ട് തഴപ്പിക്കുക. ഇത് നാട്ടുമുദ്രയുള്ള പ്രാചീന പദങ്ങളാണ്. ഇത്തരം പദങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ പദങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ വരും. തഴപ്പിക്കുക, പരിപാലിച്ചുകൊണ്ട്, യാദവന്മാർക്കെല്ലാം ആഹ്ലാദം നൽകിക്കൊണ്ട്, അവരൊക്കെ പരിപാലിച്ചുകൊണ്ട്, അമ്മയെ കാണാനായി ഞാനും വരുന്നതുണ്ട്, ഞാനുടൻ തന്നെ അമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഉണ്മയിച്ചൊന്നതു, ഉണ്മ സത്യം, സത്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ പതുക്കെ ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുക, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. തേറിനാലും, തേറിനാലും എന്ന് പറഞ്ഞൊരർത്ഥം അറിഞ്ഞാലും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പ്രാചീനമായ പദങ്ങളാണ്, പഴയ പദങ്ങളാണ്. അത്തരം പദങ്ങൾ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിനിടയിൽ ഇത്തരം കുറേ പദങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പദങ്ങളിലൊന്നാണ് തേറിനാലും അറിഞ്ഞാലും എന്ന് പറയുകയാണ്. ആരോടാ പറയുന്നേ? നന്ദഗോപുരോട് പറയുകയാണ്. അങ്ങ് ഇപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മുടെ അമ്പാടിയിലേക്ക് പോവുക, അച്ഛൻ പോവുക. ഞാനും ഉടൻ തന്നെ എല്ലാ യാദവന്മാർക്കും, എല്ലാ അമ്പാടിയിലുള്ളവർക്കും ആനന്ദം പകർന്നുകൊണ്ട് അമ്മയെ കാണാനായിട്ട്, അതാണ്, ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സത്യമാണിത്. ഇപ്പോൾ അച്ഛൻ പോവുക എന്താ പറഞ്ഞേ. അപ്പം ഈ അകന്നു നിന്നപ്പോൾ, അമ്മയെ അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നൊസ്റ്റാൾജിയ, ഒരു ഗൃഹാതുരത്വം നമുക്കിവിടെ കാണുവാനാവും. പിന്നെ അമ്മ, നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഇവിടെ ഈ ശ്രീകൃഷ്ണൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഐതിഹ്യ കഥകളിലൂടെ തിരിച്ചറിയുന്നത് പലപ്പോഴും യശോദയെയാണ് അല്ലേ. പാട്ടുകൾ തായേ യശോദേ എന്നാണ് അല്ലേ, പോറ്റമ്മയാണിത്, അത് ശ്രദ്ധിക്കണം നമ്മൾ. അപ്പം രക്തബന്ധത്തിനും അപ്പുറമുള്ള ബന്ധമാണ് അമ്മ എന്നുള്ളത്. അമ്മ ഒരു മനോഭാവമാണ് എന്നാണ്. അമ്മ ഒരു മനോഭാവമാണ്. നമ്മൾ ലോകം കണ്ട
വലിയ അമ്മമാരിൽ ഒരാളാണ്. അമ്മ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നയാളാണ് മദർ തെരേസ. മദർ തെരേസ ഒരിക്കലും പ്രസവിച്ചിട്ടില്ല. അപ്പം അതിനപ്പുറത്താണ്, ആ ബന്ധത്തിൽ നിന്നാണ് അമ്മയുണ്ടാകുന്നത്. ആ സംരക്ഷണത്തിൻ്റെ ബിംബം അതാണ്. കൃഷ്ണനെ സംരക്ഷിച്ച ആളാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, അമ്മയെ കാണുവാനായിട്ട് ഞാൻ. അടുത്ത വരി നോക്കിക്കോളൂ. അച്ഛനും അമ്മയും മറ്റിവനുണ്ടല്ലോ, ഇച്ഛയിൽ നൽകുവാൻ എന്നു നന്ദി. നന്ദി എന്ന് വിചാരിച്ച്, പ്രാചീന പദമാണ് നന്ദി, ഇപ്പോൾ പറയാറില്ല, പഴയ പദമാണ്. അങ്ങനെ വിചാരിച്ച് അച്ഛനും അമ്മയും മറ്റിവനുണ്ട്. ഇവനിപ്പോൾ പുതിയ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. വസുദേവരെയും ദേവകിയും ഒക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ദീർഘമായുള്ളൊരു കാലം ഇന്നിങ്ങനെ പാർക്കുമിങ്ങെന്നുള്ള ഓർക്ക വേണ്ട. ദീർഘകാലം, ഒരുപാട് കാലം ഇവിടെ താമസിക്കും ഞാൻ എന്ന് വിചാരിക്കേണ്ട, ഓർക്ക വേണ്ട, വിചാരിക്കേണ്ട. ഈ മധുരാപുരിയിൽ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഞാനിവിടെ അങ്ങ് താമസിക്കും, അങ്ങനെയുള്ള ഒരു വിചാരം വേണ്ട. അച്ഛനായുള്ളത് നീയൊഴിച്ചില്ലെനിക്ക്. എന്താ അവരോട് പറയാ, എനിക്ക് അച്ഛൻ നീയാണ്, അങ്ങാണ്, അങ്ങൊഴിച്ചെനിക്ക് അച്ഛൻ വേറെയില്ല. അച്യുതൻ തന്നെ പാദത്താണ്. ആണയിടുക, അതാണ് ആണയിടുക. ഈശ്വരനാണേ. ഇതൊരു തനി കേരളീയമായ നാട്ടുരീതിയാണ് ആണയിടൽ. ഈശ്വരനാണ്, അച്യുതനാണ്, ഈശ്വരനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛനായുള്ളത് നീയൊഴിച്ചില്ലെനിക്ക്, അങ്ങയൊഴിച്ച് വേറൊരു അച്ഛൻ എനിക്കില്ല. നന്ദഗോപുരോട് പറയുക. അതുകൊണ്ട് ഉറപ്പായും ഒരുപാട് കാലം ഞാൻ ഇവിടെ നിൽക്കില്ല. പെറ്റു വളർത്തൊരു തയായി നിന്നത്, എന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മ, പ്രസവിച്ചത് വേറൊരാളാണേലും പ്രസവിച്ച് വളർത്തിയ അമ്മയായിട്ട് നിന്നത് മുറ്റുമെനിക്ക്, മുറ്റും പൂർണ്ണമായും എനിക്കു മറ്റാരുമല്ലേ. മറ്റാരുമല്ല, അവിടെ അമ്പാടിയിലെ യശോദയാണ്, വേറെ ആരുമല്ല. അതാണ്. അടുത്ത വരി നോക്കൂ. ആറ്റിലും തീയിലും വീഴാതെ കൊണ്ട് എന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ. കുട്ടികളുടെ രണ്ട് വിസ്മയങ്ങളാണ് അല്ലേ, വെള്ളവും തീയും. വെള്ളവും തീയും ഇത് നമ്മൾ ഈ കാണുന്നതിനും അപ്പുറമാണ്. കുട്ടികൾ കാണുന്ന മറ്റു കാര്യങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന രണ്ടെണ്ണമാണ് വെള്ളം, തീയ്. രണ്ടും അവർക്ക് വിസ്മയം ഉണ്ടാക്കുന്നതാണ്. ഒപ്പം തന്നെ അത് അപകടങ്ങളുമാണ്. ഇത് രണ്ടും അപകടവുമാണ്. ഒരു കുട്ടിയെ സംരക്ഷിച്ചെടുക്കുന്നതിനകത്ത് ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് കുട്ടി പോകാൻ പാടില്ല. കുട്ടി പോയാൽ കുട്ടി അങ്ങ് പോകും. അതാ. അതുകൊണ്ട് ഈ ആറ്റിലും തീയിലും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആറ്റിലും തീയിലും, ഇതൊരു സൂക്ഷ്മജ്ഞാനമാണ് ചെറുശ്ശേരിയുടേത്. അമ്മയാണത് ചെയ്തിട്ടുള്ളത്, അമ്മയും അച്ഛനും കൂടിയാ. ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത്, എന്നെ സംരക്ഷിച്ച് വളർത്തിയത് നിങ്ങളാണ്. ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറന്നാലും നിങ്ങളെയൊന്നും എന്നും ഒന്നുമല്ല, നിങ്ങളെ എന്നും, നിങ്ങളെ ഒരിക്കലും മറക്കയില്ലേ. അച്ഛനെയും അമ്മയെയും ഒരിക്കലും മറക്കില്ല. ഞാൻ അങ്ങോട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അച്ഛനും അമ്മയുമാണ് തന്നെ ഈ സംരക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ടോ? ഇതാണ് ഈ മാതാപിതാക്കളോടുള്ള ഒരു കരുതൽ, അവരോടുള്ള ഒരു സ്നേഹവായ്പ്, ഇത് നമുക്കുണ്ടാവണം തിരിച്ച്. കാരണം അവരാണ് നമ്മളെ ഇങ്ങനെ ആക്കിയെടുത്തത് എന്നുള്ള ആ ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം.
ഇതൊരു അഡ്വൈസ് കൂടിയാണ്, നമ്മളോട് തരുന്ന ഒരു അഡ്വൈസ് കൂടിയാണ്. കാരണം അവരാണ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നമ്മളെ ഈ നിലയ്ക്ക് എത്തിച്ചത്. ഇപ്പോൾ കംസനെയൊക്കെ കൊല്ലാൻ പാകത്തിലാക്കിയത് ഇതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളോടുള്ള ഒരു ഉപദേശം കൂടി ഇവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടുമൊക്കെ നമ്മൾ എടുക്കേണ്ട സമീപനം അല്ലേ, അതെത്ര എത്ര എത്ര കരുതലുണ്ടാവണം അവരോട്, സ്നേഹവായ്പുണ്ടാവണം അവരോട്. ഓക്കെ. നന്ദനോടിങ്ങനെ ചൊന്നുടൻ, നന്ദഗോപുരോട് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചങ്ങാതിമാരോടു ചൊന്നാൻ പിന്നീട് കൂട്ടുകാരോടായി ഈ സംഭാഷണം. അവരോട് പറയും എന്താ, അച്ഛനു ചങ്ങാതമായിട്ടു നിങ്ങളും ഇച്ഛയിൽ പോകേണം അമ്പാടിയിൽ. അച്ഛനു ചങ്ങാതമായിട്ട്. ഇതൊരു സിമ്പിൾ ഭാഷയാണ്, ഇത്ര ലളിതമായ ഭാഷയാണ്, ഒരു വളച്ചുകെട്ടുമില്ലാത്ത ഭാഷയാണ്, സംസ്കൃതത്തിൻ്റെ അതിപ്രസരമില്ലാത്ത ഭാഷയാണ്. അച്ഛനു ചങ്ങാതമായിട്ട്. ഇതൊരു ഭംഗിയുള്ള വാക്കാണ് ചങ്ങാതം. അച്ഛന് കൂട്ടായിട്ടെന്നുള്ള ചങ്ങാതം, കൂട്ട്, ചങ്ങാത്തമല്ല, ചങ്ങാത്തം നമ്മൾ പറയും, പക്ഷെ ചങ്ങാതം കൂട്ടായിട്ട്, അച്ഛന് കൂട്ടായിട്ട് നിങ്ങളും ഇച്ഛയിൽ പോകേണം അമ്പാടിയിൽ. ഇപ്പോൾ തന്നെ നിങ്ങൾ എങ്ങോട്ട് പോകണം? അമ്പാടിയിൽ പോകണം, നിങ്ങൾ പോകണം. പാരാതെ താമസിയാതെ പോന്നങ്ങു വന്നതുമുണ്ടു ഞാൻ, താമസിയാതെ ഞാൻ അവിടെ എത്തും. നാരായണൻ തൻ്റെ പാദത്താണ. വീണ്ടും ആണയിടുന്നു, ഭഗവാനെ പിടിച്ച് ഈശ്വരനെ ആണ ഞാൻ ഉടനെ എത്തും. നിങ്ങളുമായുള്ള ലീലകൾ ചിന്തിച്ചാൽ എങ്ങനെ ഞാനിങ്ങു നിന്നുകൊള്ളൂ. കൂട്ടുകാരോട് പറയാം, നിങ്ങളുമായിട്ടുള്ള അവിടുത്തെ കളികൾ ഒക്കെ ചിന്തിച്ചാൽ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? അതിരുകളില്ലാത്ത ആനന്ദമാണ് നിങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ എനിക്കുണ്ടായിട്ടുള്ളത്, കൂട്ടുകാരായിട്ടേ. അതുകൊണ്ട് അത് ഓർത്താൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഉടനെ അങ്ങ് വരും, നിങ്ങളിപ്പോൾ പൊക്കോ. ഇതാ കാളിന്തി തീരത്തെ കാനനം തന്നിലെ കായ്കളത്തിന്നല്ലോ ഞാൻ വളർന്നു. ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവിടാണ്, അമ്പാടിയാണ്, മധുരാപുരിയല്ല. കാളിന്തി നദിയുടെ തീരത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് അവിടുത്തെ കാട്ടിലെ കായ്കളൊക്കെ പറിച്ച് തിന്നല്ലേ ഞാൻ വളർന്നത്. എന്നും അതിനുള്ളൊരിച്ഛ പുലമ്പിയും, അതിനുള്ള ഒരു ഇച്ഛ, ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്നുള്ളിൽ എപ്പോഴും ഉണ്ട് എന്നത് തേറിനാലും. അങ്ങനെ കാളിന്തി തീരത്തൂടെ നടന്ന്, ആ കാട്ടിലൂടെ നടന്ന് കായ്കൾ പറിച്ചു തിന്നാനുള്ള ഒരു ആഗ്രഹം തേറിനാലും അറിഞ്ഞാലും കേട്ടോ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വരും. എൻ്റെ ബാല്യകാലത്തിലെ ചില ചിത്രങ്ങളാണ്. നിങ്ങൾ നോക്കുക, അത് ഒരു വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ ചിത്രമാണത്, വാങ്മയ ചിത്രമാണ്. അതായത് കാളിന്തി തീരത്തൂടെ ഇയാൾ ഇങ്ങനെ നടന്നിട്ട് കാട്ടിലൂടെ കായ്കൾ പറിച്ചു തിന്നുന്ന ചിത്രം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ടേ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവിടെ തങ്ങത്തില്ല, ഉടനെ അങ്ങ് വരും. ഇങ്ങനെ ചൊന്നു തൻ ചങ്ങാതിമാരുള്ളിൽ പൊങ്ങിന വേദന പോക്കി. ഇങ്ങനെ പറഞ്ഞിട്ട് തങ്ങളുടെ ചങ്ങാതിമാരുടെ ഉള്ളിൽ പൊങ്ങി വന്ന, അവരുടെ ഉള്ളിൽ വളർന്നു വന്ന വേദന, അവർക്ക് ശ്രീകൃഷ്ണനെ പിരിയാനായിട്ട് മടി, ആ വേദന പോക്കി, ഇല്ലാതാക്കി കേട്ടോ, ഇല്ലാതാക്കി. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ ഉടനെ അങ്ങോട്ട് വരും. പിന്നെ നന്മ കലർന്നുള്ള രത്നവും ചേലയും, ഒരുപാട് രത്നം, ഒരുപാട് വസ്ത്രങ്ങൾ നന്ദനും എല്ലാവർക്കും നൽകി നിന്നാൻ. നന്ദഗോപർക്കും കൊടുത്തു വസ്ത്രങ്ങളും രത്നങ്ങളുമൊക്കെ ശ്രീകൃഷ്ണൻ. ഒപ്പം തന്നെ എല്ലാവർക്കും, കൂട്ടുകാർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് അവരെ യാത്രയാക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു, അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ. ഏറ്റവും പ്രധാനതാണ് അമ്മയ്ക്ക് നൽകാനായിട്ടുള്ള നല്ല ചെമ്മുള്ള ചേലകൾ. ഭംഗി, ചെമ്മെന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ്. നല്ല ഭംഗിയുള്ള ചേലകൾ അമ്മയ്ക്ക് നൽകാനായിട്ട്. ഭംഗിയുള്ള ചേലകൾ എന്ന് പറഞ്ഞാൽ ഇനി ആ വരിക്ക് ഇത്ര ഭംഗി കിട്ടത്തില്ല.
ചെമ്മുള്ള ചേലകൾ. കവിതയുടെ ഒരു ലയഭംഗി കണ്ടില്ലേ? ആ വാക്കുകൾ ചേരുമ്പം, ചെമ്മെന്നുള്ള വാക്കോടൊന്ന് ചേർന്നപ്പോൾ, അമ്മയ്ക്കു നൽകുവാൻ ഭംഗിയുള്ള ചേലകൾ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ. കവിതയുടെ ഒരു ലയഭംഗി. അമ്മയ്ക്ക് നൽകാനായിട്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ നന്നന്തം കയ്യിലേ നൽകിച്ചൊന്ന ഒന്നല്ല, കുറച്ചധികം വസ്ത്രമുണ്ട്. ഈ നന്നന്തൻ, അതായത് ഈ നന്ദനല്ലല്ലോ, നന്ദന്തം കയ്യിലേ, അങ്ങനെ പറയണം, ആണ് നന്ദന്തം കയ്യിലേ, ഈ നന്ദഗോപരുടെ കയ്യിൽ നൽകി. എന്നിട്ട് പറഞ്ഞു, നൽചേല നാലും, ഈ നല്ല ചേലകൾ 4 ഉണ്ട്. ഇത് എന്നമ്മ തങ്കയിലെ ഇച്ഛയിൽ നൽകണം ഇന്നു തന്നെ, ഇന്ന് തന്നെ, നാളത്തേക്ക് വെക്കരുത്. ഇന്ന് ചെല്ലുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഇത് കൊടുക്കണം. ആ അമ്മയോടുള്ള ഒരു എന്താ സ്നേഹവായ്പ് കണ്ടില്ലേ? വരുന്ന വരവ് കണ്ടോ? എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ. ഈ വസ്ത്രം കൊടുത്തിട്ട് വെറുതെ ഇരിക്കരുത്, അമ്മയോട് പറയണം, എന്നെ മറക്കൊല്ല എന്നിങ്ങനെ, എന്നെ മറക്കരുത് എന്ന് അമ്മയോട് പറയണം. ഇത്ര ആത്മബന്ധാണെന്ന് നോക്കുക. പാൽവെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ, എൻ്റെ ഉള്ളിൽ ഈ വെണ്ണ കഴിക്കാഞ്ഞ്. ഈ ശ്രീകൃഷ്ണൻ കുഞ്ഞാണ്, ബേസിക്കലി കുഞ്ഞാണ്. കംസനെയൊക്കെ തോപ്പിച്ചിട്ട് നിൽക്കുകയാണെന്ന് ഓർക്കണം അവിടെ. പക്ഷെ അപ്പോഴും കുഞ്ഞിനെ പോലെ പെരുമാറുന്നേ. പാൽവെണ്ണയുണ്ണാഞ്ഞ് അവിടുത്തെ വെണ്ണ ഉണ്ണാഞ്ഞിട്ട്, വേദനയുണ്ടുള്ളിൽ പാരം, അധികം ഒരുപാട് വേദനയുണ്ട്. എനിക്കൊന്നു ചൊൽക പിന്നെ, അമ്മയുടെ ഇന്ന് വെണ്ണ മേടിച്ച് കഴിക്കാഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് അല്ലേ? ശരിക്കും ആ ബാല്യകാലത്തെ അനുഭവിപ്പിക്കുകയാണ് ഇവിടെ, അനുഭവിപ്പിക്കുകയാണ്, അവതരിപ്പിക്കുകയല്ല. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നവരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടവരുണ്ടെങ്കിൽ, മധുരയ്ക്ക് വരുന്നെങ്കിൽ അവരുടെ കയ്യിൽ കുറച്ച് വെണ്ണയും പാലും കൊടുത്തു വിടണം. ഇതൊക്കെ മധുരയിൽ കിട്ടാഞ്ഞിട്ടല്ല. വെണ്ണയും പാലും എന്ന് പറഞ്ഞത് അമ്മയുടെ സ്നേഹമാണ്. അമ്മ തൊട്ട വെണ്ണ, അമ്മ തൊട്ട പാല്, അത് കൊടുത്തു വിടാനാ. അമ്മയുടെ സ്നേഹമാണ് ഇവിടെ കൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ, ഒരുപാട് വാഴപ്പഴങ്ങളുണ്ട് അവിടെ, അതുണ്ടെങ്കിൽ കൊടുത്തു വിടണം. ഇവിടെ കിട്ടാഞ്ഞിട്ടല്ല. അതാ കേഴുവനല്ലായിൽ എന്നു ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ കേഴുവനല്ലായിൽ, അങ്ങനെ കൊടുത്തു വിട്ടില്ലെങ്കിൽ ഞാൻ കരയും. കരയുക. കുഞ്ഞിനെ പെരുമാറുന്നുണ്ടല്ലേ? നമ്മുടെ വീട്ടിലൊരു ഒരു കുസൃതി കുട്ടിയെ പോലെ ശ്രീകൃഷ്ണനെ മാറ്റിയെടുക്കുന്നു. എൻ്റെ താളമോ, കവിതയുടെ താളവും കുഞ്ഞുങ്ങളെ താരാട്ട് പാടുന്ന താളാണ് മഞ്ചരി. നോക്ക, മഞ്ചരി താളം അങ്ങനെ ഐതിഹ്യമുണ്ട്. ഈ കൊലത്തിരി രാജാവും ചെറുശ്ശേരിയും കൂടെ ചതുരംഗം കളിച്ചോണ്ടിരിക്കും, ചെസ് കളിച്ചോണ്ട് ചതുരംഗം കളിക്കുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കോലത്തിരി തോൽക്കാൻ പോകുന്നു. അപ്പോഴേക്ക് കോലത്തിരിയുടെ ഭാര്യ കോലത്തിരിയുടെ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കോലത്തിരിയുടെ ഭാര്യ ഇങ്ങനെ പാടിയെന്ന്, ആളേയുന്ത്. ഈ ചതുരംഗത്തിലെ ആളുണ്ടല്ലോ, കാലാളിനെ ഉന്തിക്കഴിഞ്ഞാൽ കോലത്തിരി തോക്കില്ല, ജയിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ കളി ജയിച്ചു എന്നാ കോലത്തിരി. അപ്പോൾ ഈ ഈണത്തിൽ ഒരു പോയട്രി എഴുതാനായിട്ട് ചെറുശ്ശേരിയോട് പറഞ്ഞതായിട്ടാണ്. അതാണ് ഐതിഹ്യ കഥയാണ്. അപ്പം താരാട്ടിൻ്റെ ഒരു താളം ഇതിനകത്തുണ്ട്. ഒരു കുട്ടിയെ പോലെ പെരുമാറുന്നു, ഇതാ പറഞ്ഞു വന്നേ. ഇനി അടുത്ത വരിയിലൊക്കെ നോക്കുക. ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നെ, അവിടുത്തെ പെട്ടിക്കകത്ത് ചിറ്റാട ഇരിപ്പുണ്ട്. നമ്മുടെ കേരളീയമായ വേഷങ്ങളാണ് ഇതൊക്കെ. ചെറുശ്ശേരിയുടെ കവിതയിൽ കേരളീയത കടന്നു വരുന്നതാണ്. ചിറ്റാട കേരളമാണ്, കേരളത്തിൻ്റെ വേഷമാണ്. ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ഞാനൊരു പെട്ടിക്കകത്ത് ഒരു ചിറ്റാട വെച്ചിട്ട് പോന്നിട്ടുണ്ട് അച്ഛാ. ഊനപ്പെട്ടില്ലല്ലീ
എന്നതേ ചിന്തിച്ച് ഞാൻ ഈ കംസനെയൊക്കെ കൊല്ലുന്ന സമയത്തും ഊനപ്പെട്ടില്ലല്ലി കേടുവന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച്. ഏത് പെട്ടിക്കകത്ത് വെച്ച ആ ഡ്രസ്സേ, ആ ചിറ്റാട. ദീനമാകുന്നതൻ മാനസത്തിൽ, ദീനമാകുന്ന വിഷമുണ്ടാകുന്നുണ്ട് എൻ്റെ മനസ്സിൽ. അതൊന്ന് നോക്കണം. ആ ചിറ്റാട അവിടെ തന്നെ ഉണ്ടോ, അത് കേടുവന്നിട്ടില്ലല്ലോ എന്ന് നോക്കണം. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ, കൂറ വസ്ത്രം, മഞ്ഞൾ പിഴിഞ്ഞ വസ്ത്രങ്ങൾ കുറേ ഉണ്ട് എൻ്റെ അവിടെ. മങ്ങാതെ മാനിച്ചു കൊള്ളേണം നീ, അതൊന്നും മായാതെ മങ്ങാതെ അതിനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഭംഗിയായിട്ട് അതിനെ സംരക്ഷിച്ചു കൊള്ളണം കേട്ടോ. ഈ ബാല്യത്തിൻ്റെ ഓർമ്മകളാണിതൊക്കെ. അതിനെയൊക്കെ സൂക്ഷിക്കാനായിട്ട് അച്ഛനെ ഏൽപ്പിക്കുക. അതാ ബാല്യത്തിൻ്റെ ഓർമ്മകളാണ് ഈ ചിറ്റാടയും ഈ മഞ്ഞൾ പിഴിഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ. എന്നിട്ട് പറയാം, വെറ്റില തിന്നു ചൊരുക്കിന നേരത്ത്. വെറ്റില കഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ പാക്കുണ്ടല്ലോ കൂടെ കഴിക്കുന്ന അടയ്ക്ക ചൊരുക്കി കഴിഞ്ഞാൽ ലഹരിയാവും. അപ്പോൾ വീഴും, നമ്മൾ താഴെ വീഴും. അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മ വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വീഴാൻ പോയി. അപ്പം തെറ്റെന്ന് പെട്ടെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ, അമ്മയെ കയറി പിടിച്ചു ഞാൻ. അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ട് അച്ഛാ. അമ്മ വെറ്റില നിന്ന് ചുരുക്കിയപ്പോൾ ഞാൻ അമ്മയെ കയറി പെട്ടെന്ന് പിടിച്ചു. അപ്പം കൂലിയായെന്നതിനമ്മ തൻ നൽകിന ചേലയും. അന്നെനിക്ക് അതിൻ്റെ ഒരു ഉപകാരം എന്ന നിലയിൽ, ഞാൻ ആ ഉപകാരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂലി എന്ന നിലയിൽ എനിക്കൊരു ഡ്രസ്സ് ചേല തന്നിട്ടുണ്ട്. മാലുറ്റു പോകല്ല, അതും മാലുറ്റു പോകാതെ നശിച്ചു പോകാതെ നോക്കിക്കോളണം. ഈ ചേല എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായി മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ചേല. അന്ന് എനിക്കൊരു ചേല തന്നു അമ്മ. ഇന്ന് നമ്മൾ ചേലയായിരിക്കില്ല കൊടുക്കുന്നത്. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അടയാളമായിരുന്നു ഇതൊക്കെ തന്നെ. അപ്പോൾ ബാല്യത്തിൻ്റെ ഓർമ്മകളാണിതെല്ലാം. അതിനെ സൂക്ഷിക്കാനായിട്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ്, ആ ഓർമ്മകളെ. ഇനി ആ വികൃതിയായ കുട്ടി, ഈ ശ്രീകൃഷ്ണൻ വികൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ട് മറ്റു പിള്ളേരെ അവരെ നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. അമ്മ എന്നെ അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അടിച്ചിട്ടുള്ളത് അറിയോ? മയിൽപ്പീലി കൊണ്ട്. അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. മയിൽപ്പീലി കൊണ്ട് അടിച്ചാലുള്ള ഗുണം എന്താ? അടിച്ചു എന്ന് പറയുകയും ചെയ്യാം, വേദനയൊട്ട് എടുക്കത്തുമില്ല. കേണു കൊണ്ടെന്ന്. പക്ഷേ കൈക്കല്ല വേദന എടുക്കുന്നത്, അടിക്കുമ്പോഴേ പീലി കൊണ്ടടിക്കുമ്പോൾ മനസ്സിനാണ്. അമ്മയാണ് അടിക്കുന്നത്. വഴക്കായിപ്പോയി, ഞാൻ പെട്ടെന്ന് വഴക്കുണ്ടാക്കി ഓടിപ്പോയി അവിടുന്ന്. കേണു കരഞ്ഞുകൊണ്ട് പോയി. ഞാൻ ഊണിനു വാരാതെ നിന്ന നേരം, അത് കുട്ടികളുടെ ഒരു അടവാണ്. ഇങ്ങനെ ഊണ് കഴിക്കാനായിട്ട് വരാതെ ഞാൻ പോയി. എങ്ങോട്ട് പോയി? എവിടെ പോയി? മാറിപ്പോയി നിന്നു. ആ സമയത്ത് തെണ്ടമായി, പകരമായി. കണ്ടോ, പ്രാചീന പദമാണ്. എന്നതിനൊന്ന് എന്ന് അന്നു നീ നൽകിന. അന്ന് തെണ്ടമായി എന്നതിനന്നു നീ എന്നെ അടിച്ചല്ലോ, അതിന് പകരമായിട്ട് നീ നൽകിയ കണ്ടിക്കഞ്ചേല, കടും പച്ച നിറമുള്ളൊരു ചേല. അതെ, പിന്നെയും ചേല. മറക്കൊല്ലാതെ, അത് മറക്കാൻ പാടില്ല കേട്ടോ. അതവിടെ ഉണ്ട്, ഒരു കടുംപച്ച നിറത്തുള്ള ചേല. കാരണം അമ്മ എന്നെ അടിച്ചപ്പോൾ ഞാൻ മയിൽപ്പീലി കൊണ്ടാണ് അടിച്ചത്. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ട് ഊണിന് വരാതെ നിന്നു. അപ്പോഴേക്കാണ് എനിക്ക് കൊണ്ടുവന്ന് വേറൊരു ചേല കൊണ്ട് തന്നു, കടുംപച്ച നിറമുള്ള ചേല. അത് മറക്കാതെ പൊങ്ങിനോരോശ പുലമ്പി നിന്നിടുന്ന. ഓശ എന്ന് പറഞ്ഞാൽ ശബ്ദം, പൊങ്ങിയ ശബ്ദം. ഓശ പഴയ പദമാണ്, പ്രാചീന പദമാണ്. പുലമ്പി നിന്നിടുന്ന പല ഈ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കുന്ന കിങ്ങിണിയെങ്ങാനും വീടല്ലാതെ. എൻ്റെ പാദസരം അവിടെ ഇരിപ്പുണ്ട്, അത് താഴെ വീഴാതെ നോക്കണം. ആ കടുംപച്ച നിറമുള്ള ചേല നോക്കണം, പാദസരം നോക്കണം. പാവകളൊന്നുമേ പടായി പോകാതെ. ഒരുപാട് പാവകളുണ്ട്. നോക്കൂ, കംസനെ കൊന്ന ആളായി പറയുന്നേ.
ഉള്ളിലുള്ള കുട്ടിയാണ് ഈ പറയുന്നത്. പാലിച്ചു കൊള്ളണം പാരാതെ നീ, ഇതിനെല്ലാം പരിപാലിച്ച് കൊള്ളണം കേട്ടോ. ബാല്യത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം ഇവിടെ വരുന്നുണ്ട്. ഈ കണ്ടിക്കൻ ചേല നേരത്തെ ചിറ്റാട പറഞ്ഞ പോലെ കേരളീയമായ ഡ്രസ്സാണ്. അടുത്ത വരിയിലും ഒരു കേരളീയത വരുന്നു, നോക്കൂ. ചേണുറ്റു നിന്നുള്ളൊരോണവില്ലൊന്നുമേ, ചേണുറ്റു നിന്ന ഭംഗിയുള്ള ഒരു ഓണവില്ലിരിപ്പുണ്ട്. ഓണക്കാലത്ത് കുട്ടികൾ കളിക്കാനായി ഉണ്ടാക്കുന്ന വില്ലാണ്. തനി കേരളീയാണ്, കേരളത്തിലേ ഉള്ളൂ അത്. അത് ഞാണറ്റു പോകല്ല, ഞാൻ അതിൻ്റെ ഞാണ് ഇല്ലാതാക്കി കളയില്ല. ഞാൻ വരുമ്പോൾ അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് വെക്കണം. ഈ ബാല്യത്തിൻ്റെ സമ്പൂർണ്ണ ചിത്രം ഇവിടെ കടന്നു വരുന്നു. ഒപ്പം തന്നെ കേരളീയത കടന്നു വരുന്നതും കാണുക. ചെറുശ്ശേരിയുടെ കവിതയിൽ ചിറ്റാടയായിട്ട്, കണ്ടിക്കഞ്ചേലയായിട്ട്, ഇതിപ്പോൾ അവസാനം ഓണവില്ലായിട്ട്, തനി കേരളീയമായ അല്ലേ, കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു കവിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ ആണയിടൽ കേരളീയമായൊരു നാടൻ രീതിയാണ്. ഇതൊക്കെ കേരളീയതയുടെ ഭാഗമായി കടന്നു വരുന്നു. അപ്പം സൗന്ദര്യത്തിൻ്റെ ഒരു വലിയ ശേഖരമാണ് നമ്മളിവിടെ കണ്ടത്. ബാല്യത്തിൻ്റെ ഓർമ്മകൾ, ഒപ്പം തന്നെ അമ്മയെക്കുറിച്ചുള്ള കരുതൽ, അമ്മയോടുള്ള സ്നേഹവായ്പ്, അച്ഛനും അമ്മയും കാരണമാണ് താൻ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത് എന്നുള്ള ഉത്തമ ബോധ്യം. പലപ്പോഴും ഈ ബോധ്യം നമുക്ക് എന്തുകൊണ്ടൊക്കെയോ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വൃദ്ധസദനങ്ങളൊക്കെ പെരുകുന്നത് അതുകൊണ്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാനും ഈ പീലിക്കണ്ണുകൾ എന്ന കാവ്യഭാഗത്തിന് കഴിയുന്നു. ഓക്കെ.